വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കഴിഞ്ഞ പരീക്ഷകളിൽ പി എസ് സി ചോദിച്ച അസിസ്റ്റൻറ്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ പി എസ് സി പരീക്ഷകളിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നൊരു എക്സാം ഈ അടുത്ത് വരുന്നുണ്ട് അല്ലേ. അതിന് കൺഫർമേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇനി വരുന്ന എക്സാമുകളിൽ എല്ലാ എക്സാമുകളിലും പി എസ് സി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സിലേക്ക് പോകാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗള വംശജൻ ആരായിരുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗള വംശജൻ ആരായിരുന്നു? ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമനാണല്ലേ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട. നെക്സ്റ്റ്, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി ആണല്ലേ. ദാദാഭായ് നവറോജിയുടെ ആണല്ലേ പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ചോർച്ചാ സിദ്ധാന്തക്കാരുടേതാണ്. ദാദാഭായ് നവറോജിയുടെ പുസ്തകങ്ങളാണ്. നെക്സ്റ്റ്, അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ആരാണ്? അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ആരാണ്? ജെയിംസ് മാഡിസൺ. ജെയിംസ് മാഡിസൺ. രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു? രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി റഷ്യ. റഷ്യയുടെയാണ്. റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത്. നെക്സ്റ്റ്, 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? അപ്പോൾ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണെന്ന് പഠിച്ചു വെക്കിയതാണ്? ഹരിയാനക്കാരനാണ്. നെക്സ്റ്റ്, ഭൗമഘടനയിൽ മോഹോ വിച്ഛിന്നതയെ സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? മോഹോ വിച്ഛിന്നതയെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തെ മാന്റിലിൽ നിന്നും വേർതിരിക്കുന്നു. ശരിയാണല്ലോ. മോഹോ വിച്ഛിന്നത എന്നാണ്? ഭൂമിയുടെ പുറംപാളിയാണ് ഈ ഭൂവൽക്കം എന്ന് പറയുന്നത്. ഈ ഭൂവൽക്കത്തെ മാന്റിലിൽ നിന്നും വേർതിരിക്കുന്നതാണ് മോഹോ വിച്ഛിന്നതയാണ്. അതുപോലെ തന്നെ മോഹോ വിച്ഛിന്നതയിൽ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ മാന്റിൽ വ്യാപിച്ചിരിക്കുന്നു. മോഹോ വിച്ഛിന്നതയിൽ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ എന്തുണ്ട്? മാന്റിൽ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 2ഉം പ്രസ്താവനകൾ മാത്രമാണ് ശരി. ഓക്കെ, ഓപ്ഷൻ എ ആണ് ശരി. നെക്സ്റ്റ്, ചുവടെ നൽകിയിട്ടുള്ളതിൽ ഏത് നദിയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കാർ എന്നീ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്നത്? ഏത് നദിയാണ് ഏതിൽ കൂടെ ഒഴുകുന്നത്? വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കാർ എന്നീ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്നത്. ലഡാക്ക്, സസ്കർ എന്നീ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്നതാണ് സിന്ധു നദിയാണ്. വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് ഒഴുകുന്നത്. അതുപോലെ തന്നെ ലഡാക്കും സസ്കറിനും ഇടയിലൂടെയാണ് ഏത് നദി ഒഴുകുന്നത്? സിന്ധു നദി ഒഴുകുന്നത്. നെക്സ്റ്റ്, തിരുവനന്തപുരത്ത് ഭൗമോപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നുവെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്കനുസരിച്ച് നേരെ 165 മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും? എന്താണ് ചോദിച്ചിരിക്കുന്നത്? തിരുവനന്തപുരത്ത് ഭൗമോപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് എത്രയാണ്? 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ക്രമമായ താപനിഷ്ഠ നിരക്ക് വെച്ച് നോക്കുകയാണെന്നെങ്കിൽ 165 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും? ഓപ്ഷൻ സി 24 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. എത്രയാണ്? 1 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കുറയാനൊക്കെ നമ്മൾ ഓരോ മേഖലയും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന മേഖലകളിലും ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്രമമായ താപനിഷ്ഠ നിരക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നതാണ് തിരുവനന്തപുരത്തുള്ള ഒരു ഭൗമോപരിതലത്തിൽ സ്ഥാപിക്കുന്ന ഒരു തെർമോമീറ്ററിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, കേരളത്തിലെ അച്ഛൻ കോവിൽ ഏത് ജൈവമണ്ഡല സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുന്നു? അച്ഛൻ കോവിൽ എന്ന് പറയുന്നത് കേരളത്തിലാണ്. അത് ഏത് ജൈവമണ്ഡല സംരക്ഷിത മേഖലയാണ്? അഗസ്ത്യ മേഖലയാണ് അല്ലേ. അഗസ്ത്യ മേഖലയാണ്. അച്ഛൻ കോവിൽ എന്ന് പറയുന്നത് ഏതാണ്? അഗസ്ത്യ മേഖലയാണ്.
നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് NTPCയുമായി കരാർ ഒപ്പിട്ട സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് NTPCയുമായി കരാർ ഒപ്പിട്ട സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്കാണ്. ലഡാക്കാണ് ആദ്യത്തെ. പഠിച്ചു വെക്കാട്ടെ. ഇന്ത്യയിലെ ഫസ്റ്റ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് നോക്കാം. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950 ശരിയാണല്ലോ. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. തെറ്റാണല്ലോ. ഭരണഘടനാ സമിതിയല്ല അല്ലേ, ഭരണഘടനാ സ്ഥാപനമല്ല. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപദേശക സമിതിയാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് 2018 പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം നീതി ആയോഗ് സ്ഥാപിതമായത് എന്നാണ് 2015 ജനുവരി 1. അപ്പോൾ നോക്കി ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ പരീക്ഷകളിലും PSC ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ 2025 ചോദിച്ച PSC പരീക്ഷകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ക്ലാസ് കാണുന്നവർക്ക് അറിയാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ നമുക്ക് കുറേ ആയി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടോ. നന്നായി പഠിച്ചു വയ്ക്കാം. ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ഓപ്ഷൻസ് തെറ്റിയിട്ട് തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് കൂടുതലും വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞതാണ്. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരമാണ് നീതി ആയോഗ് വന്നത്. നിലവിൽ വന്നത് എന്നാണ് 2015 ജനുവരി 1. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു വിപ്ലവത്തെ കുറിച്ചിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹരിത വിപ്ലവം എന്ന് പറയുന്നത് എന്താണ്? ഹരിത വിപ്ലവം എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കില്ലേ. ഹരിത വിപ്ലവം എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഹരിത വിപ്ലവം ഭക്ഷ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ഹരിത വിപ്ലവം. ധവള വിപ്ലവം എന്നാണ്? പാൽ ഉൽപാദനമാണല്ലോ ധവള വിപ്ലവം, പാൽ ഉൽപാദനം. നീല വിപ്ലവം എന്നാണ്? മത്സ്യ അല്ലേ, മത്സ്യ ഉൽപാദനമാണ് നീല വിപ്ലവം എന്ന് പറയുന്നത്. മഞ്ഞ വിപ്ലവം എന്താണ്? മഞ്ഞ വിപ്ലവം എണ്ണക്കുരു ഉൽപാദനമാണ് മഞ്ഞ വിപ്ലവം. സുവർണ്ണ വിപ്ലവം പഴം പച്ചക്കറി ഉൽപാദനമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹരിത വിപ്ലവം ഭക്ഷ്യ ഉൽപാദനമാണ്, ധവള വിപ്ലവം പാൽ ഉൽപാദനം, നീല വിപ്ലവം മത്സ്യ ഉൽപാദനം, മഞ്ഞ വിപ്ലവം എണ്ണക്കുരു ഉൽപാദനം, സുവർണ്ണ വിപ്ലവം പഴം പച്ചക്കറി ഉൽപാദനം. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് ശരി കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരി. നെക്സ്റ്റ്, 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ പുരുഷ അനുപാതം കൂടുതലും കുറവ് വെച്ച് നോക്കാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് കേരളമാണ്. സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഒന്നാമത് നിൽക്കുന്നത് കേരളമാണ്. ഓക്കെ, കേരളമാണ്. സെക്കൻഡ് പുതുച്ചേരിയാണ്. സെക്കൻഡ് പുതുച്ചേരി. തേർഡ് വരുന്നത് തമിഴ്നാടാണ്. തേർഡ് വരുന്നത്. ഫോർത്ത് വരുന്നത് ആന്ധ്രാപ്രദേശാണ്. ഫോർത്ത് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് ശക്തികാന്തദാസ് ആയിരുന്നു. ഇപ്പോഴത്തെ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് അല്ലേ. സഞ്ജയ് മൽഹോത്രയാണ് ഇപ്പോഴത്തെ RBI ഗവർണർ. ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണ്? പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ നമ്മൾ കുറേ ഈ ക്വസ്റ്റ്യൻ കാണുന്നതിൽ ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം എന്നിവ എന്താണ്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. നെക്സ്റ്റ്, ജനാധിപത്യേതര ഗവൺമെൻറ് എന്നാൽ എന്താണ്? ജനാധിപത്യേതര എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ജനാധിപത്യേതര ഗവൺമെൻറ് എന്ന് വെച്ചാൽ ഏതാണ് ജനാധിപത്യേതര ഗവൺമെൻറ് എന്ന് വെച്ചാൽ എന്താണ്? ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമായിരിക്കും. ജനാധിപത്യമല്ല. അപ്പോൾ ജനാധിപത്യം അല്ലാത്തതെന്ന് പറയുമ്പോൾ ഏതാണ്? നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ എന്താണ്? അവകാശങ്ങളൊക്കെ പരിമിതമായിരിക്കും. അതുപോലെ തന്നെ ഭരണാധികാരികൾ നിയമത്തിന് അതീതമായിട്ടാണ് പ്രവർത്തിക്കുന്നതാണ് ശരിയായ ആൻസർ വരുന്നത്. ഇതൊക്കെയാണ് ജനാധിപത്യേതര ഗവൺമെൻറ് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും
സ്വാതന്ത്ര്യങ്ങളും പരിമിതമാണ്. ഭരണാധികാരികൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ എന്നിവ ഉൾപ്പെടുന്നു. നിയമം നിർമ്മിക്കുന്ന ആരൊക്കെയാണ് നമുക്കറിയാലോ. ലോകസഭയിലും രാജ്യസഭയിലും രാഷ്ട്രപതിയിലും ഒക്കെ ഒപ്പുവെക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണല്ലേ. നമ്മൾ എല്ലാ കറണ്ട് അഫയേഴ്സിലും പറയുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് കിട്ടിയല്ലോ, ഇന്ത്യയിലെ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത് രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ എന്നിവ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ഉൾപ്പെടുന്നു. ശരിയാണല്ലോ, കാര്യം നിർവഹിക്കുന്ന ആൾക്കാർ അല്ലേ. ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ആരൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ശരിയായ ആൻസർ ഏതാണ്? 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ള ആൻസർ. അത് തന്നെ തിരിച്ചു മറിച്ചിട്ടാണ് അടുത്ത 2 ഓപ്ഷൻ തന്നിരിക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പ്രധാന ഘട്ടങ്ങളാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നിരിക്കുന്നതിൽ ഏതാണ് ആദ്യം വരുന്നത്? ഏതാണ് നോക്കി. ആദ്യം വരുന്നത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. തെരഞ്ഞെടുപ്പ് വിജ്ഞാനം പുറപ്പെടുവിക്കും. അതിനുശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷമാണ് സൂക്ഷ്മ പരിശോധന നടത്തുന്നത് അല്ലേ. സൂക്ഷ്മ പരിശോധന നടത്തും. അതിനുശേഷം ഈ പത്രിക പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്നതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. അതിനുശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതിനുശേഷം നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന ചെയ്യും. അതിനുശേഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് ഏവയെന്ന് കണ്ടെത്തുക. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്ന മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടാണ്. അതിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ചിട്ടാണ് നമുക്ക് ചോദിച്ചിരിക്കേണ്ടത്. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, അപഹരണം എന്നൊക്കെ പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ വരുന്നില്ല അല്ലേ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ വരുന്നത്? സംഘടനകൾ രൂപീകരിക്കുവാനുള്ള അവകാശം, അന്യായമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ എടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക എന്ന് പറയുന്നത് ഇതായിരുന്നു, നമുക്ക് എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? സമത്വവുമായി ബന്ധപ്പെട്ട് വരുന്നത് അല്ലേ. സമത്വത്തിനുള്ള അവകാശങ്ങളിലാണ് ഈ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് സ്വതന്ത്രമായി ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനുള്ള അവകാശം എന്ന് പറയുന്നത് എന്താണ്? മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന അവകാശങ്ങളിലാണല്ലോ വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ സംഘടനകൾ രൂപീകരിക്കുവാനുള്ള അവകാശവും അന്യായമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണവും ഒക്കെ എന്താണ്? ഈ മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ വരുന്നതാണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ വരുന്നതാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് ഇതെന്ന് കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. 395 അനുച്ഛേദങ്ങളുണ്ട്. 395 അനുച്ഛേദങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ശരിയാണല്ലോ, 395 അനുച്ഛേദങ്ങൾ എന്ന് പറയുന്നത് ശരിയാണ്. 8 പട്ടിക എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം 12 പട്ടികകളാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ തെറ്റ് വന്നു അല്ലേ. ഇനി 103 ഭരണഘടനാ ഭേദഗതികൾ 2021 സെപ്റ്റംബർ വരെ 103 ഭരണഘടനാ ഭേദഗതികൾ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. അതുപോലെ തന്നെ 22 ഭാഗങ്ങൾ എന്ന് പറയുന്നുണ്ട്. ശരിയാണല്ലോ, 395 അനുച്ഛേദം 12 പാർട്ട് അല്ലേ. 12 പട്ടികകളും 22 ഭാഗങ്ങളാണ് നമ്മുടെ ഭരണഘടനയിലുള്ളത്. അപ്പോൾ പഠിച്ചു വയ്ക്കുക. സെപ്റ്റംബർ 28, 2023 വരെ എത്ര ഭേദഗതികളാണെന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. 106 ഭേദഗതികളാണ്. 106 ഭരണഘടനാ ഭേദഗതികളാണുള്ളതെന്നും നോട്ട് ചെയ്യുക കേട്ടോ. 106ാമത്തെ ഭേദഗതി നിയമം എന്ന് പറയുന്നത് എന്തായിരുന്നു? വനിതാ സംവരണ നിയമമായിരുന്നു. അതായത് ലോകസഭ, സംസ്ഥാന നിയമസഭകൾ, ഡൽഹിയിലെ ദേശീയ തലസ്ഥാന പ്രദേശത്തെ നിയമസഭ എന്നിവയിലെ 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന, അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ഒരു ആർട്ടിക്കിളാണ് 106ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത്. പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. കേരള സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. ശരിയാണല്ലോ. അതുപോലെ തന്നെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന് തന്നിട്ടുണ്ട്. അത് തെറ്റാണ് അല്ലേ. ഫസ്റ്റത്തെ ഓപ്ഷൻ തെറ്റാണ്. നെക്സ്റ്റ്, സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ശരിയാണല്ലോ. സംസ്ഥാന മുഖ്യമന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ്. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണോ, പഠിച്ചു വയ്ക്കാം.
നമ്മൾ കേരളം ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കേരളത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 ക്ലാസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കണക്റ്റിംഗ് പോയിന്റ്സ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നമ്മൾ പഠിപ്പിച്ച ക്ലാസ്സിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് ഇതുവരെ നടന്ന എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി ഒന്നും കാണാം കേട്ടോ. ഓക്കെ. ഇനി എന്താണ്? സംസ്ഥാന ധനകാര്യമന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണെന്ന് പറയുന്നത് തെറ്റാണല്ലേ? ധനകാര്യമന്ത്രി എന്ന് പറയുന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അംഗമുണ്ടോ? ഇല്ല അല്ലേ? സംസ്ഥാന റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്. ശരിയാണ്. സംസ്ഥാന റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്. അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, ശരിയായ പ്രസ്താവന ഏതെന്ന് വ്യക്തമാക്കുക. ശ്രേണീപരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നു. ശരിയാണല്ലേ? ശ്രേണീപരമായ സംഘാടന, രാഷ്ട്രീയ നിഷ്പക്ഷത ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നുണ്ട്. അത് ശരിയാണ്. കൂട്ടുത്തരവാദിത്വവും വൈദഗ്ധ്യവും ഉദ്യോഗസ്ഥ വൃന്ദത്തെ കാര്യക്ഷമമാക്കുന്നതിന് സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ്? ഫസ്റ്റത്തെ ഓപ്ഷനാണ് ശരി. ശ്രേണീപരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നു. നെക്സ്റ്റ്, വിവരാവകാശ നിയമം 2005 പ്രകാരം വെളിപ്പെടുത്താൻ കഴിയുന്ന പൊതുവിവരത്തിൻ്റെ കാര്യങ്ങൾ അവ ഏതെന്ന് കണ്ടെത്തുക. വെളിപ്പെടുത്തുവാൻ കഴിയുന്നതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വെളിപ്പെടുത്താൻ കഴിയാത്തതും ചോദിക്കാറുണ്ട്, വെളിപ്പെടുത്താൻ കഴിയുന്നതും ചോദിക്കാറുണ്ട്. അപ്പോൾ 2005 വിവരാവകാശ നിയമവുമായിട്ട് ആ 2 ക്വസ്റ്റ്യൻ പഠിച്ചു വയ്ക്കാം. ഓക്കെ. ഫയലുകൾ എന്ന് പറയുന്നത് നമുക്ക് വെളിപ്പെടുത്താനായിട്ട് പറ്റും അല്ലേ? പൊതുവിവരത്തിൽ നമുക്ക് വെളിപ്പെടുത്താനായിട്ട് വരുന്ന കാര്യമാണ് ഈ ഫയലുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോടതി പരിഗണനയിലുള്ളവ നമുക്ക് എന്താണ് വെളിപ്പെടുത്തുവാനായിട്ട് പാടില്ലാത്തതാണ് ഈ കോടതി പരിഗണനയിലുള്ളതും. അതുപോലെ തന്നെ രാജ്യസുരക്ഷയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ ഇതാണ് വെളിപ്പെടുത്തുവാൻ കഴിയാത്തതിൽ വരുന്നതാണ്. ഇത് രണ്ടും ഈ ഓപ്ഷൻ തന്നെയാണ് കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്, അതായത് വെളിപ്പെടുത്താൻ കഴിയാത്തതിൽ. ഓക്കെ. ഇനി ലോഗ് ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് വെളിപ്പെടുത്താനായിട്ട് പറ്റും, കുഴപ്പമില്ല. അപ്പോൾ ഫയലുകളിൽ ലോഗ് ബുക്കാണ് വെളിപ്പെടുത്തുവാൻ കഴിയുന്നത്. കഴിയാത്തത് ചോദിക്കുകയാണെങ്കിൽ കോടതി പരിഗണനയിലുള്ളവ രാജ്യസുരക്ഷയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ. നെക്സ്റ്റ്, ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല ഏതെന്ന് കണ്ടെത്തുക. ഹരിത കേരള മിഷൻ ഈ വനവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും നൽകിയിട്ടില്ല അല്ലേ? പ്രാധാന്യം കൊടുത്തിട്ടില്ല. ജലസംരക്ഷണം, ശുചിത്വം, കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഹരിത കേരള മിഷൻ ഊന്നൽ നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ്, ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥി ഏതാണ്? ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥി ഏതാണ്? കരളാണല്ലോ. കരളാണല്ലേ ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥി ഏതാണ്? കരളാണ്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കാൽസ്യത്തിൻ്റെ അളവ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ഏതാണ്? ടെറ്റനിയാണ് കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? എലിപ്പനിക്ക് കാരണമായത് ഏതാണ്? ലെപ്റ്റോസ്പൈറിയാണ്. നെക്സ്റ്റ്, എംഫസീമ എന്ന രോഗത്തിന് കാരണം ഏതാണ്? പുകവലിയാണ്. എംഫസീമയുമായി ബന്ധപ്പെട്ട രോഗം ഏതാണ്? പുകവലിയാണ്. എംഫസീമ എന്ന് പറയുന്ന രോഗവുമായി ബന്ധപ്പെട്ട പുകവലി വയ്ക്കുന്നത് മൂലമാണ് ഈ എംഫസീമ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, 4ാമത് ഇൻഡോ US ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന ഇന്ത്യ നഗരം ഏതാണ്? 4ാമത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. 4ാമത്തെ ഇൻഡോ US ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന ഇന്ത്യ നഗരം ഏതായിരുന്നു? ന്യൂഡൽഹി ആയിരുന്നു. ഒരു ഗോളി ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ഓക്കെ. ഇപ്പോൾ ഫോക്കസ് ദൂരത്തിന് കാണുന്നതിനുള്ള ഇക്വേഷൻ ഏതാണ്? നമുക്ക് എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ ഇത്. അതായത് R നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R=2F എന്നാണ്. R=2F എന്നാണ്. നമുക്ക് R എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? F=R/2 എന്ന് എഴുതാം അല്ലേ? F=R/2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് R എന്ന് പറയുന്നത് 30 തന്നിട്ടുണ്ട്. 30/2 എത്രയാണ്? 15 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. 15 സെൻറ്റിമീറ്റർ ആണ്. അതായത് നമുക്കൊരു വക്രത ആരം തന്നിട്ട് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ R=2F എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് എഴുതാം? F=R/2 എന്ന് എഴുതാം. അവിടെ R കണ്ടുപിടിക്കാനും F കണ്ടുപിടിക്കാനും ചോദിക്കുകയാണെങ്കിൽ തിരിച്ച് മറിച്ച് ഇട്ടാൽ മതി കേട്ടോ ഇക്വേഷൻ. അതായത് R കാണണമെങ്കിൽ 2F എഴുതാം. F= നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ടാണെങ്കിലോ R/2 എന്ന് എഴുതാം. അപ്പോൾ 30/2 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി അല്ലേ?
നെക്സ്റ്റ്, തുലനസ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരം ഏതാണ്? തുലനസ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി. ഒരു ദിവസത്തെ ശരാശരി അന്തരീക്ഷ താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലിൽ ഈ താപനില എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അന്തരീക്ഷ താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഫാരൻഹീറ്റ് സ്കെയിലിൽ നോക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? 95 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. 95 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH മൂല്യം എത്രയാണ്? ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH മൂല്യം എത്രയാണ്? 5 ആണ്. ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം ഏതാണ്? കറക്റ്റ് സ്ഥാനം കൊടുക്കാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്, അല്ലേ? ഹൈഡ്രജൻ ആണ് ആവർത്തന പട്ടികയിൽ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം. താഴെ പറയുന്ന ഏത് രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തത്? സൾഫ്യൂരിക് ആസിഡ് താഴെ പറയുന്നതിൽ ഏത് രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തത്? അമോണിയ നിർജ്ജലീകരിക്കുന്നതിന് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നില്ല. ബാക്കി ക്ലോറിൻ ആണെങ്കിലും സൾഫർ ഡൈ ഓക്സൈഡ് ആണെങ്കിലും ഹൈഡ്രജൻ ക്ലോറൈഡ് ആണെങ്കിലും എന്തുപയോഗിക്കുന്നുണ്ട്? ഈ സൾഫ്യൂരിക് ആസിഡ് നിർജ്ജലീകരിക്കാൻ, ഈ പറയുന്ന രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനായിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കാതെ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് അമോണിയാണ്. നെക്സ്റ്റ്, ഇതിലേത് കായിക താരമാണ് ഗോൾഡൻ സ്ലാം കരസ്ഥമാക്കിയത്? സ്റ്റെഫി ഗ്രാഫ് ആയിരുന്നു. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ നേടിയ കായിക താരം ഏതാണ്? സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ നേടിയ കായിക താരം ഏതാണ്? KD ജാദവ് ആണ് എന്ത് നൽകിയിട്ടുള്ളത്? ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ. ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് വ്യക്തിഗത മെഡൽ നേടിയ കായിക താരമാണ് KD ജാദവ്. ഇതിൽ ജ്ഞാനപീഠം അവാർഡ് നേടാത്തത് ആരാണ്? വയലാർ രാമവർമ്മയാണ്. ONV കുറുപ്പ്, MT, അതുപോലെ തന്നെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കൊക്കെ എന്ത് ലഭിച്ചിട്ടുണ്ട്? ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഭാരതരത്ന അവാർഡ് കിട്ടിയ കായിക താരം ഏതാണ്? സച്ചിൻ ടെണ്ടുൽക്കറിനാണ്, അല്ലേ? ഭാരതരത്ന അവാർഡ് കിട്ടിയത്. ഓക്കെ, ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം അമേരിക്ക ആയിരുന്നു. ഇനി ആ ക്വസ്റ്റ്യൻ വരില്ല കേട്ടോ, നമുക്ക് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിളാണ് സെർച്ച് എഞ്ചിൻ. നമ്മൾ IT-യുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം കൂടിയിട്ട് നമുക്ക് ഇതുവരെ PSC ചോദിച്ച എല്ലാ IT ക്വസ്റ്റ്യൻസും റിവിഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ 2-3 ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിളാണ്. ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി ഏതാണ്? ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി റീഡ് ഓൺലി മെമ്മറിയാണ്. ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ലാംഗ്വേജ് പ്രൊസസ്സറാണ്. ഒരു വ്യക്തിയുടെ യൂസർ നെയിമുകളും പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളുമെല്ലാം വ്യാജ വെബ്സൈറ്റ് മുഖേന മോഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ യൂസർ നെയിമുകളും പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളുമെല്ലാം വ്യാജ വെബ്സൈറ്റ് മുഖേന മോഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ഫിഷിംഗ് എന്നാണ്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നതിൻ്റെ പരിധിയിൽ പരിഗണിക്കപ്പെടുന്നവ ഏതെല്ലാമാണ്? വിവരം എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിവരം എന്ന് വെച്ചാൽ എന്താണ്? ഏതൊക്കെയാണ് വരുന്നത്? സർക്കാരിൻ്റെ സർക്കുലറുകൾ, കുറിപ്പുകൾ, ഉത്തരവുകൾ. ഉത്തരവുകൾ എന്ന് പറയുന്നത് വിവരം എന്നതിൻ്റെ പരിധിയിൽ വിടുന്നവയാണ്. ഇനി സർക്കാരിൻ്റെ വിവിധ കരാറുകൾ, ആ പൊതു അധികാരിക്ക് പ്രാപ്യമായ സ്വകാര്യ സ്ഥാപനത്തിലെ രേഖകൾ, ഔദ്യോഗിക ഇമെയിൽ സന്ദേശങ്ങൾ എന്നിവയ്ക്ക് എന്താണ്? വിവരം എന്ന് പറയുന്നതിൽ വരുന്നവയാണ്. സർക്കാരിൻ്റെ സർക്കുലറുകൾ, കുറിപ്പുകൾ, ഉത്തരവുകൾ, സർക്കാരിൻ്റെ വിവിധ കരാറുകൾ, ഒരു പൊതു അധികാരിക്ക് പ്രാപ്യമായ സ്വകാര്യ സ്ഥാപനത്തിലെ രേഖകൾ, ഔദ്യോഗിക ഇമെയിൽ സന്ദേശങ്ങൾ എന്നിവയ്ക്ക് എന്താണ്? വിവരം എന്ന് പറയുന്നതിൽ വരുന്നതാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ താഴെ പറയുന്നവരിൽ ഉപഭോക്താവായി പരിഗണിക്കപ്പെടുന്നവർ ആരെല്ലാമാണ്? ഉപഭോക്താവ് എന്ന് പറയുന്നത് ആരാണ്? തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി ഒരു ഉപഭോക്താവാണ്. തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി, ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്നയാൾ, ആ ഉൽപ്പന്നം ഉപയോഗിക്കുന്നയാളും എന്നാണ് ഉപഭോക്താവാണ്. അതായത് തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തിയായിരിക്കാം, അതുപോലെ തന്നെ ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്നയാളൊക്കെ എന്നാണ് ഉപഭോക്താവ് എന്ന് പറയുന്ന പരിഗണനയിൽ വരുന്നതാണ്.
നെക്സ്റ്റ് 2005 ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷനുകൾ ആക്ട് പ്രകാരം താഴെ പറയുന്നതിൽ ഏതാണ് ബാലാവകാശങ്ങൾ എന്നതിനുള്ള നിർവചനം? ബാലാവകാശം എന്ന് പറയുന്നതിനുള്ള നിർവചനം ഏതാണ്? 1989 ബാലാവകാശ ഉടമ്പടിയിൽ അംഗീകരിക്കപ്പെട്ടതും ഇന്ത്യ സ്ഥിരീകരിച്ചതുമായ അവകാശങ്ങളാണ് എന്ന് പറയുന്നത് 2005 ബാലാവകാശങ്ങളിൽ വരുന്നത്. 1989 ബാലാവകാശ ഉടമ്പടിയിൽ അംഗീകരിക്കപ്പെട്ടതും ഇന്ത്യ സ്ഥിരീകരിച്ചതുമായ അവകാശങ്ങളാണ് 2005 ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷനുകൾ ആക്ട് പ്രകാരം ബാലാവകാശം എന്ന് പറയുന്നതിനുള്ള ശരിയായ നിർവചനം. 1989 ബാലാവകാശ ഉടമ്പടിയിൽ അംഗീകരിക്കപ്പെട്ടതും ഇന്ത്യ സ്ഥിരീകരിച്ചതുമായ അവകാശങ്ങൾ. നെക്സ്റ്റ്, ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരാത്തത് താഴെ പറയുന്നത് ഏതാണ്? ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരാത്താണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ശാരീരിക പീഡനം, വൈകാരിക പീഡനം, സാമ്പത്തിക പീഡനം, ലൈംഗിക പീഡനമൊക്കെ എന്താണ് പരിധിയിൽ വരുന്നതാണ് അല്ലേ? ഗാർഹിക പീഡനത്തിൽ വരുന്നവയാണ് ശാരീരിക, വൈകാരിക, സാമ്പത്തിക, ലൈംഗിക പീഡനം എന്നിവ. നെക്സ്റ്റ്, 2019 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രാതിനിധ്യം കൊടുത്തത് താഴെ പറയുന്നതിൽ ആർക്കാണ്? 2019 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതിയിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രാതിനിധ്യം കൊടുത്തത് ആർക്കാണ്? ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണാണ്. നെക്സ്റ്റ്, മലയാളം ചോദ്യങ്ങളും ഇംഗ്ലീഷ് ചോദ്യങ്ങളും നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ പറയാം. മലയാളം നമ്മൊരു 5 പാർട്ടോളം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം 2013 പ്രാബല്യത്തിൽ വന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നത് കേട്ടോ. ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം 2013 പ്രാബല്യത്തിൽ വന്നത്. ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം 2013 പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2013 ജൂലൈ 5-നാണ്. 2013 ജൂലൈ 5-നാണ് ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം 2013 പ്രാബല്യത്തിൽ വന്നത്. നെക്സ്റ്റ്, ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം 2013 സെക്ഷൻ 10 പ്രകാരം മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളെ കണ്ടെത്തേണ്ടത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം എന്ന് പറയുന്നത്. നിലവിൽ വന്ന നമ്മൾ എന്ന് പറഞ്ഞു 2013 ജൂലൈ 5-നാണ് ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം നിലവിൽ വന്നത്. അത് പ്രകാരം 2013 സെക്ഷൻ 10 പ്രകാരം മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളെ കണ്ടെത്തുന്ന ആരാണ്? സംസ്ഥാന സർക്കാരാണ്. സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ ചെയർമാൻ ഇപ്പോഴത്തെ ആരാണ്? ജിനു സക്കറിയ ഉമ്മനാണ്. ജിനു സക്കറിയ ഉമ്മൻ പഠിച്ചു വയ്ക്കാം കേട്ടോ. ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. നെക്സ്റ്റ്, അന്ത്യോദയ അന്നയോജന സ്കീം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തീയതി എന്നാണ്? അന്ത്യോദയ അന്നയോജന സ്കീം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് 2000 ഡിസംബർ 25-നാണ്. 2000 ഡിസംബർ 25-നാണ് അന്ത്യോദയ അന്നയോജന സ്കീം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. കേരള ലക്ഷ്യാധിഷ്ഠിത പൊതുവിതരണ സമ്പ്രദായ ഉത്തരവ് 2021 ഏത് ഉത്തരവിൻ്റെ പരിഷ്കരിച്ച രൂപമാണ്? കേരള ലക്ഷ്യാധിഷ്ഠിത പൊതുവിതരണ സമ്പ്രദായ ഉത്തരവ് 2021 ഏത് ഉത്തരവിൻ്റെ പരിഷ്കരിച്ച രൂപമാണ്? കേരള റേഷനിങ് ഓർഡർ 1966. കേരള റേഷനിങ് ഓർഡർ 1966-ൻ്റെ പരിഷ്കരിച്ച രൂപമാണ് എന്ന് പറയുന്നത് കേരള ലക്ഷ്യാധിഷ്ഠിത പൊതുവിതരണ സമ്പ്രദായ ഉത്തരവ് 2021 പറയുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നതെന്നാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 9-നാണ്. 2019 ഓഗസ്റ്റ് 9-നാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ എത്ര തുകയ്ക്ക് മുകളിൽ പ്രതിപാദിക്കുന്ന പരാതികളാണ് ഫയൽ ചെയ്യാൻ കഴിയുന്നത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ 2019 പ്രകാരം ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ എത്ര തുകയ്ക്ക് മുകളിൽ പ്രതിപാദിക്കുന്ന പരാതികളാണ് ഫയൽ ചെയ്യാൻ കഴിയുന്നത്? 10 കോടി കേട്ടോ. നെക്സ്റ്റ്, 2021 വേൾഡ് ഫുഡ് പ്രൈസ് പുരസ്കാരം നേടിയത് ശകുന്തള ഹരസ്കിങ് തിൽസ്റ്റഡിനായിരുന്നു. നമുക്ക് നോക്കണ്ട. ഓക്കെ. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ ആസ്ഥാനം ബിസിനി ആസ്ഥാനം ഏതാണ്? ഡൽഹിയാണ് അല്ലേ? ബിസിനി ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഡൽഹിയാണ്. KTPDS കൺട്രോൾ ഓർഡർ 2021 പ്രകാരം റേഷൻ ഡിപ്പോയ്ക്ക് അനുവദിക്കുന്ന ലൈസൻസിൻ്റെ കാലാവധി എത്രയാണ്? റേഷൻ ഡിപ്പോയ്ക്ക് അനുവദിക്കുന്ന കാലാവധി 5 വർഷമാണ്. റേഷൻ ഡിപ്പോയ്ക്ക് അനുവദിക്കുന്ന കാലാവധി 5 വർഷമാണ്. GST നിലവിൽ വന്നതെന്നാണ്? GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്.
ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം കേരളത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിന് അനുവദിച്ചു നൽകിയ അംഗങ്ങളുടെ സംഖ്യാപരിധി എത്രയാണ്? ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം കേരളത്തിൻ്റെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിന് അനുവദിച്ചു നൽകിയ അംഗങ്ങളുടെ സംഖ്യാപരിധി 154 കോടിയാണ്. 154 കോടി. കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന സ്ഥാപനം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? CFRD എന്ന സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോന്നിയിലാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ തലവൻ എപ്പോഴും ആരാണ്? സുപ്രീം കോടതിയിലെ നിലവിലെ ജഡ്ജിയോ അല്ലെങ്കിൽ വിരമിച്ച ജഡ്ജിയോ ആയിരിക്കണം. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ തലവൻ സുപ്രീം കോടതിയിലെ നിലവിലെ ജഡ്ജിയോ അല്ലെങ്കിൽ വിരമിച്ച ജഡ്ജിയോ ആയിരിക്കണം. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനം ആരംഭിച്ച വർഷം? കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനം ആരംഭിച്ചത് 1974 ആരുടെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര സർക്കാർ നെല്ല് സംഭരണത്തിന് മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കുന്നത്? ആരുടെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര സർക്കാർ നെല്ല് സംഭരണത്തിന് മിനിമം സപ്പോർട്ട് പ്രൈസ് MSP പ്രഖ്യാപിക്കുന്നത്? കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ്. കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ആണല്ലേ. ആരുടെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര സർക്കാർ നെല്ല് സംഭരണത്തിന് മിനിമം സപ്പോർട്ട് പ്രൈസസ് പ്രഖ്യാപിക്കുന്നത്? ആരുടെയാണ്? കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ജസ്റ്റിസ് വി ബാലകൃഷ്ണ ഏറാടി ആയിരുന്നു. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 പ്രകാരം റേഷൻ കാർഡ് ഉടമയാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഓപ്ഷൻ സി 18 വയസ്സാണ് റേഷൻ കാർഡ് ഉടമയാകാനുള്ള പ്രായപരിധി. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ആദ്യത്തെ സബർമൻ മാൾ എവിടെയാണ്? പിറവത്താണ്. KTPDS കൺട്രോൾ ഓർഡർ 2021 പ്രകാരം താലൂക്ക് സപ്ലൈ ഓഫീസർ തീർപ്പ് കൽപ്പിച്ച കേസിൻ്റെ അപ്പീൽ അധികാരി ആരാണ്? ജില്ലാ കളക്ടറാണ്. KTPDSൻ്റെ താലൂക്ക് സപ്ലൈ ഓഫീസർ തീർപ്പ് കൽപ്പിച്ച കേസിൻ്റെ അപ്പീൽ അധികാരി ജില്ലാ കളക്ടറാണ്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ഇയറിൽ എക്സാം നടന്നിട്ടുണ്ടായിരുന്നല്ലോ, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ആ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ച ചോദ്യങ്ങൾ കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.